സോ നമുക്ക് ഇൻസ്റ്റാളേഷൻ തുടങ്ങാം. സോ ആദ്യമായിട്ട് എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഡോക്കർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഡോക്കറിൻ്റെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ്. ഈ വേർഡ്പ്രസ്സിന് വേണ്ടിയിട്ട് ഞാനൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുകയാണ്. ഡോക്കർ നെറ്റ്വർക്ക് ക്രിയേറ്റ് വേർഡ്പ്രസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ആവും. അത് ക്രിയേറ്റ് ആയോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കൺഫേം ചെയ്യാനായിട്ട് ഡോക്കർ നെറ്റ്വർക്ക് LS അടിച്ചു നോക്കിയാൽ ഇവിടെ വേർഡ്പ്രസ് എന്നൊരു പുതിയൊരു നെറ്റ്വർക്ക് വന്നത് നമുക്ക് കാണാം. ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് MySQL ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങാം. അതിനായിട്ട് ഡോക്കർ കണ്ടെയ്നർ റൺ -d -p 3306 ഈ -p എന്ന് പറഞ്ഞാൽ ഒരു പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് -p എന്ന് പറയുന്ന ആർഗ്യുമെൻ്റ് കൊടുക്കുന്നത്. അതായത് MySQL എന്ന് പറയുന്ന ഈ സർവീസ് നമ്മൾ റൺ ചെയ്യാൻ പോകുന്നത് 3306 എന്ന് പറയുന്ന പോർട്ടിലാണ് എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നെറ്റ്വർക്ക് വേർഡ്പ്രസ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത നെറ്റ്വർക്കിലോട്ട് ഈ സെർവർ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഈ സെർവറിൻ്റെ പേര് ഞാൻ കൊടുക്കാൻ പോകുന്നത് നെയിം WP MySQL. അതിനുശേഷം ചെയ്യേണ്ടത് ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ MySQL റൂട്ടിൻ്റെ പാസ്വേഡ് എന്താണെന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ലോക്കലായിട്ട് സെറ്റ് ചെയ്തിട്ട് ഞാൻ root 123 എന്ന് കൊടുക്കാം. പക്ഷേ നമ്മൾ സെർവറിലേക്ക് ഇടാൻ നേരത്ത് കുറേ കൂടെ സ്ട്രോങ് പാസ്വേഡ് ഉപയോഗിക്കുക. സ്ട്രോങ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ പല വെബ്സൈറ്റ്സ് ഉണ്ട്. എൻ്റെ തന്നെ ഒരു സർവീസ് ഞാൻ ഈ ഇടയ്ക്കായിട്ട് ഉണ്ടാക്കിയ ഒരെണ്ണമുണ്ട്, password.santoshj.com. ഇതിൽ പോയാലും നിങ്ങൾക്ക് സ്ട്രോങ് പാസ്വേഡ്സ് ക്രിയേറ്റ് ചെയ്യാം. സോ ഇതുപോലത്തെ സ്ട്രോങ് പാസ്വേഡ്സ് ഉപയോഗിക്കാൻ കഴിയും. സോ ഇത് എടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കണ്ടെയ്നർ MySQL എന്ന് പറയുന്നതാണ്. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു MySQLൻ്റെ കണ്ടെയ്നർ ഇപ്പോൾ റൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കൊരു adminer കണ്ടെയ്നർ റൺ ചെയ്യാം. ഡോക്കർ കണ്ടെയ്നർ റൺ -d -p 8080 എന്ന് പറയുന്ന പോർട്ടലാണ് ഇത് റൺ ചെയ്യാൻ പോകുന്നത്. നെറ്റ്വർക്ക് വേർഡ്പ്രസ് നെയിം @mywp അല്ലെങ്കിൽ കുറേ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേരിക്കാം WP_adminer എന്ന് പറയുന്ന ഇമേജാണ് നമ്മൾ എടുക്കുന്നത്. സോ ആ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് വേർഡ്പ്രസ് ആണ്. സോ ലെറ്റ് us create docker container run -d -p 80 എന്ന് പറയുന്ന പോർട്ടിൽ നെറ്റ്വർക്ക് വേർഡ്പ്രസ് --name WP mywpsite എന്നിട്ട് വേർഡ്പ്രസ് എന്ന് പറയുന്ന ഇമേജാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്ത് ദിസ് നമുക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ റെഡി ആയി കഴിഞ്ഞു. ഇപ്പോൾ ഞാനിവിടെ ലോക്കൽ ഹോസ്റ്റ് എന്ന് കൊടുത്താൽ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനം വന്നു കഴിഞ്ഞു. പക്ഷേ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോക്കൽ ഹോസ്റ്റ് 8080 എന്ന് പറയുന്ന പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് adminerലേക്ക് ലോഗിൻ ചെയ്യാം. സോ adminerൽ നമുക്ക് ആദ്യം കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലേ ഈ WP MySQL എന്ന് പറയുന്ന സെർവറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. സോ WP MySQL ഇതിൻ്റെ റൂട്ടിൻ്റെ പാസ്വേഡ് root 123 എന്നാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ root 123 കൊടുത്തിട്ട് ഞാൻ പെർമനൻറ്റ് ലോഗിനായിട്ട് കൊടുക്കുകയാണ്. സോ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ലോഗ്സ് ഇൻ ടു. സോ ഇതൊക്കെയാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള സ്കീമാസ്. സോ ഞാൻ പുതുതായിട്ടൊരു ഡേറ്റാബേസും കൂടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. mywpsite. പിന്നെ നമ്മൾ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഈ mywpsite എന്ന് പറയുന്ന ഡേറ്റാബേസിലേക്കാണ്.
സോ ഇവിടെ നമ്മൾ ഏത് ലാംഗ്വേജിലാണ് സെറ്റപ്പ് ഈ വെബ്സൈറ്റ് റൺ ചെയ്യേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഞാൻ നമ്മുടെ സൗകര്യത്തിനായിട്ട് ഇപ്പോൾ ഇംഗ്ലീഷിനെ സെലക്ട് ചെയ്യണം. കണ്ടിന്യൂ. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയാം, ഈ ഡേറ്റയൊക്കെ നമുക്കറിയാം. സോ ഡേറ്റാബേസിൻ്റെ പേര് ഞാൻ കൊടുക്കുന്നത് mywp വെബ്സൈറ്റ് എന്നാണ്. യൂസർ ഞാൻ റൂട്ട് എന്ന് ഉപയോഗിക്കുകയാണ്. പാസ്വേഡ് root 123. ഡേറ്റാബേസ് നമ്മൾ മുൻപ് കൊടുത്ത WP MySQL. WP MySQL സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൺ ഇൻസ്റ്റാളേഷൻ കൊടുക്കുക. ആക്ച്വലി വെബ്സൈറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇവിടെ ഞാനിപ്പോൾ കൊടുക്കാൻ പോകുന്നത് മൈ വെബ്സൈറ്റ്. ഒരു സ്ട്രോങ് പാസ്വേഡ്, ഇത്രയും സ്ട്രോങ് പാസ്വേഡ് തൽക്കാലം ഞാൻ താങ്ങില്ല. അതുകൊണ്ട് ഞാൻ admin 123 എന്ന് കൊടുക്കുകയാണ്. പക്ഷേ ആസ് ഐ സെഡ്, നമ്മൾ പബ്ലിക്കായിട്ട് ഹോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ട്രോങ് പാസ്വേഡ് തന്നെ ഉപയോഗിക്കുക. ഞാനൊരു വീക്ക് പാസ്വേഡ് കൺഫേം ചെയ്യുന്നു. ഇവിടെ ഞാൻ എന്തെങ്കിലും ഒരു കൊടുത്തിട്ട് ഇത് സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി നമ്മൾ പബ്ലിക് വെബ്സൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി വേണ്ടി വരും. ഇല്ല പ്രൈവറ്റ് വെബ്സൈറ്റാണ്, ഇത് സെർച്ച് എഞ്ചിനിലൊന്നും ഹിറ്റ് ആവാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്കറേജ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ വേർഡ്പ്രസ് കൊടുക്കുക. സോ നൗ ഇറ്റ് ഈസ് റണ്ണിങ് ബിഹൈൻഡ് ദ സീൻസ്. സാധനം ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നേരിട്ട് ആക്സസ് ചെയ്താൽ മാത്രം മതി. സോ admin 123 എന്ന് പറയുന്ന പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. വേർഡ്പ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ നടന്നു കഴിഞ്ഞു.